UDFിന് വമ്പൻ ചെയ്യും. തരംഗമില്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞിരുന്നത്. എങ്കിലും തരംഗമുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഭരണവിരുദ്ധ തരംഗമാണോ അതല്ല പിണറായി വിരുദ്ധ തരംഗമാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. പരിശോധനയിൽ അത് വ്യക്തമാവുകയും ചെയ്യും. ഭരണവിരുദ്ധ തരംഗത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഏകീകരണവും UDFിനെ സഹായിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. വോട്ട് നില കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ അതിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. UDF ജയിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചെറിയ വിജയമല്ല, വമ്പൻ വിജയം തന്നെയാണ്. അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം സ്വാഭാവികമായും ഇപ്പോഴേ ഉയർന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതൊരു സാങ്കല്പിക ചർച്ചയായിരുന്നു എങ്കിൽ ഇന്നിതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? കംഫർട്ടബിൾ മെജോറിറ്റി മാത്രമല്ല UDFിന് ലഭിച്ചിരിക്കുന്നത്, 100-ലധികം സീറ്റാണ്. അതൊരു ചരിത്രം തന്നെയാണ്. 100 കടക്കുക എന്ന് വെച്ചാൽ UDFിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അപ്പോഴും ചോദ്യം ഉയരുന്നുണ്ട്, ആരാണ് ഈ വിജയത്തിന്റെ ഉത്തരവാദി? അത് KC വേണുഗോപാലാണോ, VD സതീശനാണോ, അതല്ല രമേശ് ചെന്നിത്തലയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നത്. സ്വാഭാവികമായും ഒന്നാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴേ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കരുത് എന്നാണ്. രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കെടുത്തായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാരണം MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനമെടുത്താൽ അത് KC വേണുഗോപാലിലേക്കായിരിക്കും എത്തുക. ഒന്നാം സ്ഥാനത്ത് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ ഇടപെടലാണ് KC വേണുഗോപാൽ നടത്തിയത്. അതനുസരിച്ച് അദ്ദേഹത്തെ പിന്തുണക്കുന്നവരെ MLA-മാരാക്കാൻ KC വേണുഗോപാൽ നല്ല ശ്രമം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമാണ്, ഹൈക്കമാൻഡ് എന്നത് KC വേണുഗോപാലിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് അപ്പുറം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ പറയുന്നവർ മുഴുവൻ ലിസ്റ്റിൽപ്പെടുകയും അതിൽ ഭൂരിഭാഗവും ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് KC വേണുഗോപാൽ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്ന MLA-മാർക്കാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് മാത്രമേയുള്ളൂ VD സതീശൻ. 5-ലേറെ MLA-മാർ മാത്രമാണ് VD സതീശനെ പിന്തുണച്ച് രംഗത്ത് വരിക എന്നാണ് ജയിച്ച MLA-മാരുടെ നിലപാടുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കരുത് എന്ന്. അത് രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കെടുത്തായിരിക്കണം മുഖ്യമന്ത്രി അടുത്തത് ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സ്വാഭാവികമായും ഹൈക്കമാൻഡ് അക്കാര്യം അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്നിരുന്നാലും കോൺഗ്രസിനകത്ത് പുതിയ ചർച്ച, നേരത്തെയുള്ള ചർച്ചയല്ല, അത് സാങ്കല്പിക ചർച്ചയാണ്. UDF ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, യാഥാർത്ഥ്യമായിരിക്കുന്നു UDFിന്റെ വിജയം. അതുകൊണ്ട് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നത് വലിയ ചോദ്യമാണ്. ഉത്തരം കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയേ തീരൂ. ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഉചിതമായ തീരുമാനം KC വേണുഗോപാലാണോ രമേശ് ചെന്നിത്തലയാണോ അതല്ല VD സതീശൻ തന്നെയായിരിക്കുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്.